ഇതാ പ്രേക്ഷകർ ഉണ്ടാകുമോ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നേരിട്ട് ആ സംഭവ സ്ഥലങ്ങൾ കാണുന്ന ദൃശ്യങ്ങളാണ്. ഇത് എനിക്ക് തോന്നുന്നു മുണ്ടക്കൈ മേഖല തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ വലിയ പാറകൾ കാണാം. അവിടെ നിന്ന് സൈനികരോടും അവിടെ ജില്ലാ കളക്ടർ DR മേഘശ്രീയോടും നമ്മുടെ ചീഫ് സെക്രട്ടറിയോടും കാര്യങ്ങൾ ചോദിച്ച അറിയുന്നത് കാണാം. MR അജിത് കുമാർ അടക്കമുള്ളവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അതിപ്രധാനമാണ്. കാരണം കേരളം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 2000 കോടി എന്ന് പറഞ്ഞാൽ പുനരധിവാസ സുരേഷ് ഗോപി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചീഫ് സെക്രട്ടറി കളക്ടർ DR മേഘശ്രീ അടക്കമുള്ളവർ അവിടെ പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ട്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ആധികാരിക സംഘം തന്നെ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. ഈ ദൃശ്യങ്ങൾ നൽകുന്ന പ്രതീക്ഷ ചെറുതയല്ല. അതിന് കാരണം നമ്മൾ വയനാടിൻ്റെ പുനരധിവാസത്തിനടക്കം വയനാടൻ പാക്കേജിൻ്റെ അല്ലെങ്കിൽ ഈ മേഖലയുടെ പുനരധിവാസത്തിനടക്കം വിശാലാർത്ഥത്തിൽ വയനാടിൻ്റെ പാക്കേജിനടക്കം നമ്മൾ ഒരുപാട് ഫണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അർഹിക്കുന്ന ഒരു തുക കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഈ മേഖലയിലൊക്കെ പോയതാണ്. മുണ്ടക്കൈ മേഖലയിൽ വീടുകൾ ഒരൊറ്റ വീട് പോലും ഇല്ലാത്ത വണ്ണം പുഞ്ചിരിമട്ട മുണ്ടക്കൈ മേഖലകളിൽ ഇവിടെയൊക്കെ ഓരോരോ വീടുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിൽ വീടിൻ്റെ അടിത്തറ മാത്രമുള്ള ഒരു ഡസൻ വീടുകളിലെങ്കിലും നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവിടങ്ങളിലൊക്കെ പ്രധാനമന്ത്രി പോവുകയാണ്. വിശദമായി തന്നെ വല്ലാത്ത ടെറൈനാണ്. ഇപ്പോഴും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള വലിയ ടെറൈനാണ്. കാലാവസ്ഥ അനുകൂലമായത് മഹാഭാഗ്യം എന്ന് തന്നെ പറയണം. പ്രധാനമന്ത്രി അവിടെ ഇറങ്ങി കാര്യങ്ങൾ ചോദിച്ചറിയുന്ന കുറച്ച് മുമ്പത്തെ ദൃശ്യങ്ങളാണിത്. ഇതിപ്പോൾ പ്രേക്ഷകരോട് പറയുകയാണ് എത്രത്തോളം ഡീറ്റെയിൽ ആയി പ്രധാനമന്ത്രി കാര്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം ഹെലികോപ്റ്ററിൽ കയറിയതിനു ശേഷം മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രി ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. ചീഫ് സെക്രട്ടറിയോട് ചില കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പറയുന്നുണ്ട്. DR മേഘശ്രീ ജില്ലാ കളക്ടർ ഈ ദുരന്തമുണ്ടായ അന്നു മുതൽ ജനങ്ങൾക്കൊപ്പം രാപ്പകലില്ലാതെ 24/7 നിൽക്കുന്ന ജില്ലാ കളക്ടർ DR മേഘശ്രീ അടക്കമുള്ള അവരുണ്ട്. പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കെൽപ്പുള്ളവർ തന്നെയാണ്. അജിത് കുമാർ അദ്ദേഹം ഈ അല്ലെങ്കിൽ ദുരന്ത ഭൂമിയിൽ അതിൻ്റെ ഏകോപനത്തിന് നേതൃത്വം നൽകിയ ആളാണ്. ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ റെസ്ക്യൂ അല്ലെങ്കിൽ റിക്കവറി നടന്നത്, അതിൻ്റെ എത്രത്തോളം ദുഷ്കരമായിരുന്നു, ചാലിയാർ പുഴയോരങ്ങളിലെ പരിശോധന എത്രത്തോളം ദുഷ്കരമായിരുന്നു, സൂചിപ്പാറ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയാൻ നേരിട്ട് ബോധ്യമുള്ള ആളാണ് MR അജിത് കുമാർ. അദ്ദേഹം പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട്. ഇതിനുശേഷമാണ് വ്യോമ നിരീക്ഷണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ആ മേഖലയിലേക്ക് നേരിട്ടിറങ്ങി ഈ മേഖലകൾ കണ്ടത്. ഇത് വെള്ളാർമല സ്കൂളിൻ്റെ പരിസരം തന്നെയാണ്. ഇവിടുത്തെ സന്ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഒരുപാട് നാളത്തെ JCB ഉപയോഗിച്ചുള്ള കഠിനമായ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പാറ മാറ്റി ഈ പരുവത്തിലെങ്കിലും ആവുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പുഴ രണ്ടായി മാറി ഒഴുകുകയായിരുന്നു. അപ്പോൾ പാറകളൊക്കെ മാറ്റി പുഴയുടെ ദിശ ഏകദേശം ഒരു ദിശയിലാക്കാൻ ഈ ദിവസത്തെ അവിടുത്തെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മൾ അവിടെ നേരിൽ പോയി കാണുമ്പോൾ കാണുന്ന അതിഭീകരമായ ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ആ ഭയാനകത എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. തകർന്ന വീടുകൾ ഒരുപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടു. ഇപ്പോൾ വെള്ളാർമല സ്കൂളിലാണ് പ്രധാനമന്ത്രി ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ മേഖലയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനും വരും എന്ന് പ്രതീക്ഷിക്കാം. വെള്ളാർമല സ്കൂളിൽ 10 മിനിറ്റോളം പ്രധാനമന്ത്രി ചെലവഴിക്കും. ആ ഒരൊറ്റ സ്കൂൾ കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഏറെ അകലങ്ങളിൽ നിന്ന് ഏറെ മലമുകളിൽ നിന്ന് ദൂരത്ത് നിന്ന് പൊട്ടിയെത്തിയ ഈ ഉരുൾപൊട്ടൽ ആ സ്കൂളിൻ്റെ പകുതി അങ്ങനെ തകർത്ത് കളഞ്ഞു. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ട് അങ്ങനെ ഒരു ശ്മശാന ഭൂമിയാക്കി എന്ന കാര്യം മാത്രം, ആ ഒരൊറ്റ സംഭവം, ആ ഒറ്റ മേഖല മാത്രം കണ്ടാൽ അറിയാം ആ ദുരന്തത്തിൻ്റെ മഹാവ്യാപ്തി. അത് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഇതിനുശേഷമാണ് കളക്ടറേറ്റിലെ അവലോകന യോഗം. ആ അവലോകന യോഗത്തിലും കുറച്ചുകൂടി വിശദമായി പ്രൊജക്ടറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി കുറച്ചുകൂടി ശാസ്ത്രീയമായി പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറയാൻ പോകുന്നു ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം. ഉറപ്പായും ഇക്കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെടും. ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നറിയില്ല. ഇപ്പോൾ L3 അല്ലെങ്കിൽ L4 എന്ന് പറയുന്ന കാറ്റഗറിയിലൊക്കെ ഒരു ദുരന്തം പെടുത്താൻ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത് പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഉള്ള ചില ചർച്ചകളും അതിൻ്റേതായ ചില പ്രൊസീജിയറുകളാണ്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു ആശ്വാസ പ്രഖ്യാപന പാക്കേജ് ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ഒരു ഉറപ്പ് ഇന്ന് പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അതിതീവ്ര കാറ്റഗറിയിൽ പെടുത്തും എന്ന ഉറപ്പ് തന്നെ കേരളം പ്രതീക്ഷിക്കുന്നു. കാര്യം ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് എന്ന് ഉറപ്പായും പറയാം. പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ സമയം പ്രധാനമന്ത്രി ചൂരൽമലയിൽ ഇപ്പോൾ ചെലവഴിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇതിൻ്റെ ദുരന്ത വ്യാപ്തി മനസ്സിലാക്കുന്നു വേണം മനസ്സിലാക്കാൻ. കാര്യം ചൂരൽമലയിൽ ഇത്ര സമയം ചെലവഴിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചിരുന്നില്ല അക്കോർഡിംഗ് ടു പ്ലാൻ. പക്ഷെ അതിൽ കൂടുതൽ സമയം ചൂരൽമലയിൽ പ്രധാനമന്ത്രി ചെലവഴിക്കുന്നുവെങ്കിൽ അതിൻ്റെ ദുരന്തത്തിൻ്റെ മഹാവ്യാപ്തി പ്രധാനമന്ത്രി തിരിച്ചറിയുകയാണ്. സ്കൂളിനടുത്തുള്ള
താൽക്കാലിക ഷെഡിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും കയറുന്നു. അവിടെ ക്ലാസ് മുറി, പണ്ടെങ്ങോ ഒരു ക്ലാസ് മുറി ഉണ്ടായി തോന്നിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. മാത്രമല്ല സ്കൂളിൽ 15 മിനിറ്റ് നേരം പ്രധാനമന്ത്രി ചെലവഴിച്ചു എന്നും അറിയുന്നു. മാത്രമല്ല വെള്ളാർമല സ്കൂളിലെത്തിയ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളെ പറ്റി, അവരുടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി, അവരുടെ തുടർ പഠനത്തെപ്പറ്റി, അവരുടെ മാനസികാവസ്ഥയെ പറ്റിയൊക്കെ വളരെ വളരെ ഡീറ്റെയിലായി ചോദിച്ചറിയുകയാണ്. കാര്യം വെള്ളാർമല സ്കൂൾ അത്രയധികം കുട്ടികൾ പഠിച്ച സ്കൂളാണ്. മാത്രമല്ല നേരത്തെ അതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ കൂടി ഒരു പക്ഷേ പ്രധാനമന്ത്രി കാണിച്ചിട്ടുണ്ടാകണം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ. അതിനു മുമ്പുള്ള പ്രകൃതി മനോഹരമായ പുഴയോരത്തെ അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു സ്കൂൾ, ആ ദേശത്തിന് അഭിമാനമായിരുന്ന സ്കൂളിൻ്റെ പഴയ ദൃശ്യങ്ങൾ ഉറപ്പായും പ്രധാനമന്ത്രിയെ കാണിച്ചിട്ടുണ്ടാകണം. അതുകൂടി കണ്ടതിന് ശേഷം ഇപ്പോഴുള്ള സ്കൂൾ കാണുമ്പോൾ അവിടെ കൂടുതൽ സമയം പ്രധാനമന്ത്രി ചെലവഴിക്കുകയാണ്. എത്ര കുട്ടികൾ, ആ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, എത്ര കുട്ടികളാണ് മരിച്ചത്, അവരുടെ ചികിത്സ, അവരെത്ര പേർ ആശുപത്രിയിലുണ്ട് തുടങ്ങിയ ആ സ്കൂൾ പ്രധാനമന്ത്രി ഉറപ്പായും മാനസികമായി അവിടുണ്ടായ ദുരന്തത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം. ചൂരൽമലയിൽ എത്തിയ, വെള്ളാർമല സ്കൂളിലെത്തിയ പ്രധാനമന്ത്രി വളരെ വിശദമായി കുട്ടികളെ പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഉറപ്പായും ആ ബോധ്യപ്പെടൽ, ആ ചോദ്യങ്ങൾ കേരളത്തിന് നൽകുന്ന പ്രതീക്ഷ വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് അല്ലെങ്കിൽ ഈ മേഖലയുടെ പുനരുജ്ജീവനത്തിന് കേന്ദ്ര സഹായം അളവില്ലാതെ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് പ്രധാനമന്ത്രി അത്തരത്തിൽ അവിടെ കാര്യങ്ങൾ ചോദിച്ചത്.